നീ എന്തിനാടാ സോണി സണ്ണി? നീ സ്വയമായിരുന്നു ഒട്ടി വാങ്ങണേ. നിന്നെ തോണ്ടാണ്ട് ഞാൻ വന്നിട്ടില്ലേ? നിന്നെ തോണ്ടാണ്ട് നീ എന്നെ ഒളിൽ നോക്കണമെന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ ഒളിൽ നോക്കണില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? നിനക്ക് ആരെക്കുറിച്ച് നീ പറയണമെന്ന് ചോദിച്ചാൽ നിനക്ക് അറിയില്ല. പിന്നെ എന്തിനാ നീ റെസ്പെക്റ്റോടെ നോക്കണ്ട? റെസ്പെക്റ്റോടെ നോക്ക്. നിന്നെക്കുറിച്ച് അവിടെ പറയണത് നിനക്ക് എന്താ ഇപ്പോൾ ബോധ്യം? നിനക്ക് തലയ്ക്ക് സുഖമല്ലേ? നിന്നെക്കുറിച്ച് ഞാൻ അവിടെ പറയണ കൂടി ഇല്ലല്ലോ. ഞാൻ അവിടെ ഫോണിലല്ലേ സംസാരിക്കണേ. ഫോണിൽ സംസാരിക്കുമ്പോൾ നീ വിചാരിക്കും നിന്നെക്കുറിച്ച് പറയണതെന്ന് പറഞ്ഞാൽ നിനക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് ചോദിക്കണം ഞാൻ അല്ലേ? ഇങ്ങോട്ട് വെട്ടേൽക്കുകയാണെങ്കിൽ ഞാനും നിന്നെ വെട്ടേൽപ്പിക്കും ഇല്ലേ? ഇതേ പോകേണ്ട ഒരു ബൈക്കും കൂടി തലയ്ക്ക് ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. അവിടെ തലയിൽ കയറി തൂറാന്ന് തോന്നുന്നുണ്ട്. ഛർദ്ദിച്ച പിടിച്ച മോന്തകളും കൊണ്ട് നടച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നവരാണ് മൊത്തം. അവർക്ക് ആ ഇമ്പുണ്ട് കേൾക്കുന്നുണ്ട്. അതിനാണ് ഈ രീതിയിൽ പോണത്. അല്ലെങ്കിൽ രാത്രിയിൽ എല്ലാവരും ഉറങ്ങണ നേരത്ത് ആരും ഈ രീതിയിൽ പോവോ? ഇവിടെ ഞാൻ വ്യാപിച്ച് കിടക്കുന്ന ടൈപ്പാണ്, മനസ്സിലാവണ്ട? ലോകം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ടൈപ്പാണ്. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം നീ അതിൽ കുശുമ്പ് കുനിറ്റ് വെച്ചിട്ട് കാര്യമില്ല. റെസ്പെക്റ്റോടെ നോക്കണ്ടെങ്കിൽ റെസ്പെക്റ്റോടെ നോക്ക്. ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ നിന്നെക്കുറിച്ച് ഞാൻ പറയണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ തലയ്ക്ക് സുഖമില്ലാത്ത കുഴപ്പമാണ്. അത് ഞാൻ നിനക്ക് തലയ്ക്ക് സുഖമില്ലാത്തതിൻ്റെ ഗുളിക നീ കഴിക്കണം എന്ന് ഞാൻ പറയണം അല്ലേ? നീ കഴിക്കണം എന്ന് ഞാൻ പറയണം. എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും ഇവിടെ ഞാൻ ഫോണിൽ സംസാരിച്ചതാന്ന് പറയുമ്പോൾ വരെ നീ ഓരോ വിഡ്ഢികളെ ഡ്രഗ് അടിച്ച് നടക്കുന്നവരെ വരുത്തിച്ചിട്ട് നീ തന്നെ ഓരോന്ന് ഞാനായിട്ട് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിൻ്റെ വീട്ടിൽ മുന്നിലുള്ളവൻ ആദിവാസി സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങി ഗൾഫ് യുദ്ധം മുന്നോടിയായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭർത്താവ് ആൾക്കാർ ഇതിൽ പറഞ്ഞിട്ട് അവരെന്നെ ഓടി അവിടെ നിന്ന് പോയി. നിൻ്റെ തള്ള നിൻ്റെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. നീ തന്നെ ഇവിടെ നിൻ്റെ തന്തയോ പണ്ടേ തണ്ടായിരുന്നു കുട്ടി ചത്തതാണ്. നീയും നിനക്ക് വേണ്ടി ഈ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കാണ്ടിരിക്കാൻ വേണ്ടി നിനക്ക് 2 ശവപ്പെട്ടി ഒരുക്കി തരണം. വേണുഗോപാലിനെ ഒരുക്കി വെച്ചണ പോലെ, സീജോറോയിനെ ഒരുക്കി ഫ്ലാറ്റ് ഉടമയ്ക്ക് ഒരുക്കി വെച്ച പോലെ, ഗ്ലീഷോകൾ ആത്മഹത്യ ചെയ്യണ പോലെ. വല്ല പെണ്ണുങ്ങളെ ശിഖണ്ഡികൾ വല്ലവരും പറയൂ അത്? ഉള്ള കാര്യം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല. ഇവിടെ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ തോണ്ടാണ്ട് നീ എന്നെ തോണ്ടാൻ ഒരുമ്പെട്ട് കഴിഞ്ഞാൽ നീ അല്ലടായിരുന്നു കുട്ടി വാങ്ങണേ. അത് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? നിൻ്റെ വളു കൊടവയറും നിൻ്റെ മത്തങ്ങ മോന്തിയും ഒരു വൃത്തികെട്ട മോന്ത ഉണ്ടല്ലോ, ആ വക മോന്തിയും 78 വയസ്സൊക്കെ മോന്തയും കൊണ്ട് നിൻ്റെ ഭാര്യയെ കൊണ്ട് നിന്നെ കൊണ്ട് മടുത്തുണ്ടാവും. അപ്പോൾ നിൻ്റെ ഭാര്യ നിൻ്റെ കടപ്പറയിൽ അവന് എന്നെ വിളിപ്പിക്കുമോ, എന്നെ പ്രഗ്നൻ്റ് ആക്കണം എന്നൊക്കെ വല്ല പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നീ ആണെന്ന് പറഞ്ഞത് നീ നിൻ്റെ ശോഷിച്ചാവസ്ഥ നിൻ്റെ ശോഷിച്ച നാവ് പറയുന്നത് അല്ലേ? മൂട്ടിന്ന് വളി വിടണ പോലെ വായക്കൂടെ വിടുന്നത്. നീ എൻ്റെ ഡാഡിക്കോ ഒരു തരം കുശുമ്പും കുനിറ്റ് വെച്ചിട്ടുള്ളതാണ്. അവരെ ബോധിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? അവർ നീ ഇത്ര നാളിവിടെ ഉണ്ടായിട്ട് എത്ര സ്ഥലത്ത് ഞാൻ എന്നെ കണ്ടു. നീ എൻ്റെ അടുത്ത് വരെ പോയിട്ടുണ്ട്. നീ എന്നോട് സാധാ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ എന്താണ് ഹാരിസ് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ വന്നോ? ഇല്ല. എനിക്ക് അതിൻ്റെ ആവശ്യം നിങ്ങൾ ഒളി നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ എനിക്ക് നിങ്ങൾ ഒളി നോക്കി വേറെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. അത് സ്പഷ്ടമായിട്ട് നിങ്ങൾ ഗതിവഗതി മാറ്റിയിട്ട് ആ രീതിയിൽ എനിക്ക് വരുത്തിക്കാൻ അറിയാം. ആ രീതിയിലാണ് സമയം പോകുന്നത്. ആ രീതിയിലാണ് അവർ പറഞ്ഞു കഴിഞ്ഞ സമയത്തിന് കയറി വരുന്നത്. ആ രീതിയിലത്തെ സമയമാണ് വരുന്നത് അല്ലേ? നീ അവർക്ക് തന്തയ്ക്ക് തള്ളയ്ക്കും ഒരു ഗതിയില്ലാണ്ട് പറയണതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അവരവിടെ ഇല്ല എന്നാൽ പറയേണ്ട കാര്യമുള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ട് അവിടെ, അവനവിടെ ഉണ്ട്, പോയി സംസാരിച്ച് വാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര നാളായിട്ട് സാധാ രീതി സംസാരിച്ചിട്ടില്ലല്ലോ. ഇനി പിന്നെ ആവാം പറഞ്ഞിരിക്കും. അതുകൊണ്ട് അവനവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് സാധാ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കണേ അല്ലേ? പിന്നെ അതിനിടെ നീ ആണല്ല എന്ന് പറയുമ്പോൾ നിൻ്റെ ശോഷിച്ച നാവ് നിൻ്റെ ശോഷിച്ച അവസ്ഥയെ പുറത്ത് കാണിക്കണേ. നിൻ്റെ കുശുമ്പ് കുനിറ്റും നിൻ്റെ ധൈര്യമില്ലായ്മ ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ തമാശകാരൻ വരെ കേൾക്കുന്നുണ്ട്. എന്നിട്ടും നീ ഒളിഞ്ഞ് നോക്കിയിരിക്കണം. എൻ്റെ ഇത് പറഞ്ഞിരിക്കുക. നീ ഒളിഞ്ഞ് നോക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടെ പ്രൂഫ്. ഞാൻ ഇവിടെ ഫോണിൽ സംസാരിക്കണത് നിന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിന്നെക്കുറിച്ച് എനിക്കറിയില്ല. ഇത് പൊതുവായിട്ട് പറയുന്നതാണ്. പൊതുവായിട്ടുള്ള വിഡ്ഢിത്തത്തിനെ കുറിച്ച് പറയണേ. നിൻ്റെ പോലത്തെ സോണി സണ്ണികൾ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കാണ്ട് ശവപ്പെട്ടി ഒരുക്കി വെച്ചിടയിൽ കടന്ന് ഭൂമിക്ക് അടിയിലാവാനായിട്ട് ആണല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യകൾക്ക് പ്രഗ്നൻ്റ് എന്തെങ്കിലും എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അവളെ പ്രഗ്നൻ്റ് അയക്കാം. മനസ്സിലായ? നിങ്ങൾ ആണല്ല ആണത്തോ അല്ല പെണ്ണല്ല ഹിജടയല്ല നിങ്ങളെ സൂക്ഷിച്ച അവസ്ഥ പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല. ഡ്രഗ് അടിച്ച് നടക്കുന്നവരും ഹിജടകളും പെണ്ണുങ്ങളും വരെ ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്.
പിൽസ് അബോർഷനും കഴിച്ചിട്ട്. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും ഓണാഘോഷിക്കണല്ലേ. ജീവനുള്ള പുഷ്പങ്ങൾ കൊണ്ട് എല്ലാം നിലത്ത് കൊണ്ട് അവരുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റില്ലേ, നടുക്കിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. നടുക്കിൽ ഛർദ്ദിച്ചിട്ടിട്ട് അത് ഉണങ്ങി ഇല്ലാണ്ടാവുമ്പോൾ ജീവരഹിതമാകുമ്പോൾ ഈ ജീവരഹിതമായ ശവങ്ങളെ എടുത്ത് വേസ്റ്റിലിടും. അതുപോലെ തന്നെ നിങ്ങളോട് സ്വയം കാണിക്കണം. വിപരീതം ചെയ്ത് നശ്വരമായി ആരാധിച്ച് നിരീശ്വരം ആരാധിച്ചിട്ട് തമ്മിൽ അരുന്ന് കൂട്ടി വാങ്ങണം. ഖുറാൻ ആരാധിച്ചിട്ട് തമ്മിൽ കൊലിക്കുന്നത്. മുസ്ലിം ആയാലും ഹിന്ദു ആണെങ്കിലും റോമൻ കാത്തലിക് ആണെങ്കിലും അതിൻ്റെ കാര്യം ഇവിടെ ഉണ്ടാ. അതുപോലെ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇനി എൻ്റെ ഇത്രത്തോളം 5 മൊബൈൽ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പഴയത് വാങ്ങിയാൽ മതിയായിരുന്നു. ഇതെൻ്റെ കയ്യിൽ കണക്ഷൻ ഉണ്ടായിരുന്നു തന്നെ. ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കാൻ ഞാൻ പറയാനും ഡ്രഗ് അടിച്ച് നിന്നെക്കുറിച്ച് നിൻ്റെ ഭാര്യയോട് നിൻ്റെ അണത്തമില്ലായ്മ കുടിച്ച് ഡ്രഗ് അടക്കാനും അവൻ തീരെ കൊള്ളില്ല എന്ന് പറഞ്ഞ് നടക്കാനും നിൻ്റെ ഭാര്യയോട് കുശിക്കാനും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാനും വിപരീതം ചെയ്യാൻ ഞാൻ പോയാ ഇല്ല. പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് എന്നെ തോണ്ടാണ്ട കാര്യം? നിന്നെ ദ്രോഹിക്കാണ്ട് എന്നെ ദ്രോഹിക്കേണ്ട കാര്യം? നീ എന്നെ ദ്രോഹിക്കാൻ വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ നിന്നെ തോണ്ടാണ്ട് നീ എന്നെ തോണ്ടാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വെട്ടേൽക്കണ പോലെ നിനക്കും വെട്ടേൽക്കല്ലേ? അതെനിക്കറിയില്ലേ? നീ അടുത്തന്നെ താമസിക്കുന്നില്ല. അടുത്ത് നിൽക്കുമ്പോൾ കൂറ് വേണം. അത് നിനക്കല്ലാത്തത്. അതാ നിൻ്റെ വീടിൻ്റെ മുന്നിലത്തെ നിൻ്റെ തന്ത തള്ള ഇരുന്നൂട്ടി വാങ്ങി ചത്ത പോലെ നിൻ്റെ വീട്ടുമുന്നിലുള്ളവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ആവർത്തിക്കരുത് പറഞ്ഞിട്ട് ആവർത്തിച്ച് അരുന്ന് കൂട്ടി വീട് വിട്ട് ഇറങ്ങിപ്പോയത്. അതൊക്കെ നിൻ്റെ കയ്യിലിരിക്കണ്ടല്ലോ. സീജറോയ എൻ്റെ ഇടയിൽ വന്നു ആത്മഹത്യ ചെയ്യണവർ റോമൻ കാത്തലിക്ക്. നീ അല്ലാണെന്ന് പറഞ്ഞ് ആരെയുടെ ബോധിപ്പിക്കണം? നീ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാൻ പോയ എനിക്ക് ധൈര്യം ഇല്ലെങ്കിൽ ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കേണ്ടത്? ഇത് എത്ര പ്രാവശ്യം പറയണം? ആണെന്നുള്ള മഹത്വം ഇങ്ങനെ വരേണ്ടത്, ഒരു മനുഷ്യനെന്ന പേഴ്സൺ ക്വാളിറ്റി ഇങ്ങനെ വരണത് ബോധത്തോടെ ശ്രേഷ്ഠതയോടെ കൂടെ ബാക്കിയുള്ള ഉന്നതിക്കായി പ്രവർത്തിക്കണതിനാണ്. ഡ്രഗ് അടുപ്പിച്ച് കൊലിപ്പിച്ച് വായന്ന് വൃത്തികേട് വന്ന് ഞഞ്ഞമിഞ്ഞ പറയുന്നിട്ടല്ല ആണും പെണ്ണും ഹിജടയാണ് തെളിയിക്കുന്നത്. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് ഞഞ്ഞമിഞ്ഞ പറഞ്ഞിട്ട് കുറ്റം കൊടവയറും വൃത്തികെട്ട മോന്തി കൊണ്ട് നടന്ന അവരെ ഹിജട എന്ന് പറയാം, പെണ്ണെന്ന് പറയാം. ഇത്ര ചെറിയ പിള്ളേരായിട്ട് എന്നോട് സംസാരിക്കാൻ മുഖത്തേക്ക് വന്നിട്ടില്ലല്ലോ. ആണും പെണ്ണ് കെട്ടവരെ പറയാം. ഡ്രഗ് അടിച്ച് കുടിച്ച് ബോധമില്ലാണ്ട് വൃത്തികേട് പറഞ്ഞ് ധൈര്യമില്ലാണ്ട് ആണല്ല പെണ്ണല്ല നടക്കണവർ. ഇങ്ങനെയാണോ സോണി സണ്ണികൾ വേണ്ടത്? ഒരു ബോധം ബുദ്ധി വേണ്ട. ആരോട് എന്താ പറയണേ, എപ്പോഴാണ് പറയണേന്ന്? എനിക്കൊരു 5 മൊബൈൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പഴയത് വീണ്ടെടുക്കായിരുന്നു, പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ കുടിച്ചിട്ട് കളിച്ചറിക്കാനും ഞാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾ പ്രൂഫ് കൊണ്ടുവരാണെങ്കിൽ ഇതൊക്കെ പറയാൻ എനിക്ക് ഇല്ലേ? വല്ല പെണ്ണന്മാർ ഡ്രഗ് അടിച്ച് നടക്കണവരത് പറയുമോ? പിന്നെ ഇങ്ങനെ വിഡ്ഢികളെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുമോ? പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്തവരെ കൊണ്ടുപോയിക്കേണ്ട കാര്യം? എൻ്റെ തന്തയ്ക്ക് തള്ളയ്ക്ക് നിങ്ങൾ മൊത്തം പോക്കാന്ന് എൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. ഈ റോമൻ കാത്തലിക്സിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ തന്തേനെ തള്ളയായിരുന്നു കൂട്ടി വാങ്ങിപ്പിച്ചിട്ട് വിപരീതം ചെയ്യണവരാണ്. മുസ്ലിംസിന് മനസ്സിലാവില്ല. അവർ തമ്മിൽ കൊല്ലിച്ച് ഖുറാൻ ഡ്രഗ് അടിച്ച് കുടിപ്പിച്ച ഖുറാൻ എഴുതിയിട്ട് നശ്വരം ആരാധിക്കണ ഹിന്ദുസ്, നിരീശ്വരം ആരാധിക്കണ ഹിന്ദുസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ഒരു കാര്യം മനസ്സിലാവില്ല. അത്രയ്ക്ക് ബുദ്ധിശൂന്യരാന്ന് അവർക്ക് തന്നെ അറിയാം, പെണ്ണുങ്ങളും ആണുങ്ങളും ഉൾപ്പെടെ. എൻ്റെ തന്തയ്ക്ക് തള്ളയ്ക്ക് വരെ അറിയാം. എൻ്റെ തന്തി തള്ള നിങ്ങളെ മുന്നിൽ അഭിനയിക്കുകയാണ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് നിങ്ങളാണ് തൊട്ടി വാങ്ങുന്നത്. നിൻ്റെ മോഹൻലാലിന് അടുത്ത് നിൽക്കണ സീജറോയ്, നിൻ്റെ ക്ലീഷോ, നിൻ്റെ റോമൻ കാത്തലിക്ക്, നിൻ്റെ ആദിവാസി റോമൻ കാത്തലിക്ക്, നിങ്ങൾ തന്നെ തൊട്ടി വാങ്ങുന്നത് നിൻ്റെ ഗൾഫ് കൺട്രി. എന്നിട്ട് മനസ്സിലായിട്ടില്ലേ? എന്നിട്ട് അവർക്കറിയാം നിങ്ങളുടെ പോലത്തെ വിഡ്ഢി സോണി സണ്ണികൾ കുറേ എക്സാമ്പിളുണ്ടെന്ന് പൊതുവായിട്ട് പറയുമ്പോൾ. അവർ വരെ ഈ വൃത്തികേട് ധൈര്യമില്ലാണ്ട് ആണല്ല പെണ്ണല്ല പറഞ്ഞ് നടക്കും. അതുകൊണ്ട് അവനവിടെ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അവനവിടെ ഇല്ലയെന്ന് തന്നെ പറയുള്ളൂ. ഇത്ര നാൾ നിങ്ങളുടെ അടുത്തോടെ നിന്നല്ലോ, നീ സാധാരണ രീതിയിൽ സംസാരിക്കാൻ പോയോ അവനോട് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാം അറിയണ്ട, ലോകം മൊത്തം കാണുന്നുണ്ട്. അപ്പോൾ അവനവിടെ ഉണ്ട്, പോയി സംസാരിച്ച് വന്ന് നോക്കിയെന്നൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പിന്നെയാവാൻ പറഞ്ഞിരിക്കുകയല്ലേ. സോണി സണ്ണികളുടെ പോലെ പെട്ടെന്ന് കൂട്ടി വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയാനൊന്നുമില്ല. അവനവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതും വിശ്വസിച്ച് വന്നേക്കാ നീ. എടാ നീ എവിടെ നീ സീക്രട്ടായിട്ട് വിസ്പറായിട്ട് നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ നല്ല കൂർമ്മതയോടെ കേൾക്കും. എനിക്ക് ഡോൾബി സ്പീക്കറിൽ കേൾക്കണ പോലെ. മനസ്സിലാവണ്ട നിനക്ക്? എന്നെ ആരും പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ലേ. നീ എന്ത് ഉദ്ദേശിച്ച പറഞ്ഞ, എവിടെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ എനിക്ക് എല്ലാം മനസ്സിലായിട്ടാണ് ഞാൻ സംസാരിക്കുന്നതും എവിടെ വെച്ച് നിർത്തി പറയുന്നതും പിന്നെ ഞാൻ എവിടെയെങ്കിലും തുടർന്നാൽ മതിയെന്ന് കണ്ടിന്യൂ ആവുന്നത്. നീ അടുത്ത പ്രാവശ്യം ക്രിസ്മസ് കൂപ്പൺ കൊണ്ടുപോവാ. അപ്പം ഞാൻ ഫോണിൽ എവിടെയെങ്കിലും ഞാൻ ശരിക്കുള്ള എൻ്റെ സ്വഭാവം ഞാൻ അറിയിച്ച് തരാം നിനക്ക്. ഞാൻ
ഒരു കാര്യം, ഈ പഴകിയ ശവങ്ങളെയാണ് ബോധിപ്പിക്കാൻ പോകുന്നത്. ഇത്രയ്ക്ക് ബോധമില്ല ആരെന്താന്ന്. അടുത്തോടെ വന്നറിയാൻ ഇതല്ലാന്ന്. പിന്നെയും നിങ്ങൾ അവിടെ ഇവിടെയും സാധാരണ രീതി സംസാരിക്കാൻ അറിയാണ്ട് ബെല്ലടിച്ച് സംസാരിക്കാൻ. അപ്പം അതുകൂടിയും പറയാം, 15 പേരായിട്ട് വരാനായിട്ട് ഞാനത് ആനയാണോ? ആനയുടെ പൊക്കത്ത് കയറി ഇരിക്കുകയാണോ ഞാൻ? ഒരു സാധാരണ രീതി ഒരാളായിട്ട് സംസാരിക്കുക, പിന്നെ 2 പേര് 3 പേര് 4 പേര് ഫോണിൽ സംസാരിക്കുക, ഫോൺ നമ്പർ മേടിക്കുക, നിങ്ങൾ അറിയണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റണല്ലോ. ഞാൻ ആനയാണോ? 15 പേര് വന്ന് 16 പേര് വന്നല്ലേ ഹായ് പറയാൻ പറ്റുള്ളൂ ആനയോട്? അത് ആനയുടെ മുകളിൽ കയറിയിരിക്കുകയാണോ ഞാൻ? മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ 15 പേര് 100 പേര് വന്നാലേ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ പറ്റുള്ളൂ? എത്ര സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു? അത് നിങ്ങൾ പറയിപ്പിച്ചിട്ടാണ് വന്നത്? സ്വമേധയാ വന്നതല്ലേ? അവിടെ ആരെങ്കിലും ഞഞ്ഞ പറഞ്ഞ് ഡ്രഗ് അടിക്കാനും കുടിക്കാനും ഞാൻ പോയാ? ഗുഡ്കിൻ കഴിക്കാൻ? അതാ പറഞ്ഞ ബോധത്തോടെ ചെയ്യണവരായിട്ട് നീ തട്ടിച്ച് കളിക്കാൻ നിൽക്കാൻ അധികം ആയിട്ടില്ലായിരുന്നു. എടാ, ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് ഗുഡ്കിൻ കഴിച്ച് നടക്കുന്നതിന് തന്നെ ഞാൻ ഇത് പറയേണ്ട കാര്യമില്ല എനിക്ക്. നീ ബോധമില്ലാത്ത വേറെ ഏതോ ആരും ആരാധിക്കുന്നുണ്ട്, എനിക്കറിയില്ല. ബോധമില്ലാണ്ട് ആരും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരപ്പം അടിയേറ്റ് അവിടെ വീഴും. പിന്നെ കുരിശ് വരെ അവരങ്ങോട്ട് നീങ്ങില്ല. ബോധത്തോടെ ചെയ്യണത്, ബോധത്തോടെയാണ് മിണ്ടാണ്ടിരിക്കുന്നത്. ബോധത്തോടെ പ്ലെയിൻ ഡംപ് ഫോർ എ പർപ്പസ് എന്ന് പറയില്ലേ, ആ ടൈപ്പിൽ പ്ലെയിൻ ബോധത്തോടെ ചെയ്യുന്നത്, ബോധത്തോടെ പുനരുദ്ധീകരിക്കൽ, ബോധത്തോടെ ചെയ്യലാണ് ജയിക്കുള്ളൂ. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നത്. നിങ്ങൾ നാടകം കളിക്കേണ്ട ആവശ്യമില്ലെന്ന് കരഞ്ഞ് കാണിച്ചിട്ട് നിങ്ങളെ പലസ്തീൻകാർ നിങ്ങൾ യുദ്ധത്തിന് സാധാ പോലെ വരുന്നുണ്ട്. അവരെ ഓർത്ത് നിങ്ങളുടെ മക്കളും എല്ലാം അപഹരിക്കപ്പെടാൻ പോകണം. അവരെ ഓർത്ത് കരയുവിൻ. ഇത് ഞാൻ ബോധത്തോടെ ചെയ്യണേ. ബോധത്തോടെ ചെയ്യുന്നത് ജയിക്കാനും ചെയ്യും, തോറ്റാലും ജയിക്കും. പുനരുദ്ധീകരിക്കുന്നതൊക്കെ ബോധത്തോടെ ചെയ്യുന്നത്. ഡ്രഗ് അടിച്ച് കുടിച്ചതും എല്ലാവരും ആണെങ്കിൽ, നീ ആരാധിക്കുന്നതും എല്ലാവരും ആണെങ്കിൽ അവിടെ ഒരു അടിയേറ്റ് അവിടെ ചാവും. അവിടെ കുരിശു കൊടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകണ്ട. അവിടെ വരെ ഉയർന്ന് അവിടെ വരെ ആകാശത്ത് ഒരു ചിത്രം വരയ്ക്കേണ്ട കാര്യമില്ല അവിടെ. അവർ ഒരടിയിട്ട് ഞങ്ങളവിടെ കിടന്നോളാന്ന് പറഞ്ഞാൽ നരങ്ങി ഞാൻ വീട്ടിൽ പോയിരുന്നോളാന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ കയറി ഇരിക്കും. പിന്നെ അവർക്ക് 90 വയസ്സ് വരെ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കാൻ പറ്റും. അത് പറഞ്ഞാൽ അതപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുന്നത് അത് സാക്രിഫൈസ് ബോധത്തോടെ ചെയ്യുന്നതൊക്കെ തീർന്നു. ഇത് പുതിയ രീതിയിലാണ് വന്നേക്കണതെന്ന് പറഞ്ഞു. പുതിയ രീതിയിൽ എങ്ങനെ പഴയത് വരിക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുതിയതിലേക്ക് പഴകിയത് കടത്തി വിടരുതെന്ന്. അപ്പോഴും നിങ്ങൾ ബൈബിൾ വായിക്കാണ്ട് വിപരീതം ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇപ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ വന്നു, എല്ലാവരും റെസ്റ്റിലാവേണ്ടവരൊക്കെ പെട്ടെന്ന് എല്ലാത്തിനും കുഴിച്ച് മൂടി ആൻറ്റിബയോട്ടിക് കിട്ടാനുള്ളവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഡെറൈവേറ്റീവ് വന്ന് എല്ലാവരുടെ ശരീരത്തിലിരിക്കുന്നുണ്ട്. അപ്പോഴും മനസ്സിലാവണല്ലേ പറയണ കേട്ടതും. തൃശ്ശൂർ മാത്രമാണ് കൊറോണ വന്നത്. തൃശ്ശൂരിലായിരുന്നു കൊറോണ. കോഴിക്കോട് നിപ്പ വൈറസ് വന്നില്ലേ, അതുപോലെ തൃശ്ശൂരാണ് കൊറോണ വന്നത്. ഒരു ചുറ്റുവട്ടത്ത് വന്നതാണ്. തൃശ്ശൂരിലുള്ള ഒരു 10,000 പേർക്കാണ് കൊറോണ വന്നത്. വേൾഡ് മൊത്തമല്ല, ഇത് ആദ്യമായിട്ടൊന്നും ഉണ്ടായിരുന്നല്ല, പണ്ടേ തൊട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ഡ്രഗ് അടിച്ച് നടക്കണവർ പറയാൻ. ബോധത്തോടെ പറയാൻ ചെയ്യാന്ന് പറയാം, അത് മനസ്സിലാക്കുന്ന ബോധമല്ലേ. ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സംസാരിക്കാറില്ല. എന്നിട്ട് വേറെ ഞാൻ അല്ല ആണ്. നിങ്ങൾ ധൈര്യം ഇല്ലാത്തവരല്ലേ. ഞാൻ ഒരാളെ പ്രത്യേകിച്ച് കുറിച്ച് അല്ല വിപരീതം ചെയ്തു ഞങ്ങൾക്ക് അറിയില്ല. ഈ വിവരമില്ലാത്തവർ പാവമായിട്ട് അഭിനയിക്കണവർ, അവർക്ക് വിവരമില്ല, അതുകൊണ്ട് ധൈര്യമില്ല, അറിവില്ല. പറയും, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരാളെ കുറിച്ച് അറിവില്ല. അപ്പോൾ അവർക്ക് ധൈര്യമില്ല. ഓരോ കൃത്രിമം കാണിക്കും, ഗോഷ്ഠികൾ കാണിക്കും. വെളുത്തു ഉയരമുള്ളവരൊക്കെ ഉണ്ടാവും. അവർ തന്തയെ തള്ളയും കൊണ്ടായിരുന്നു കുട്ടി വാങ്ങിപ്പിച്ച് ചേച്ചീനെ കൊണ്ട് ഭ്രാന്തിയാക്കിപ്പിച്ചിട്ട് നശ്വരം ജീവനത്തെ വിഗ്രഹങ്ങളെ ആരിച്ചിറക്കുന്ന മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും വെളുത്ത ഹൈറ്റൊക്കെ ഉണ്ടാവും ഈസ്റ്റ് ഇന്ത്യകളുടെ പോലെ. പക്ഷെ തലയ്ക്ക് ഒരു വിവരം വേണ്ടേ ജയിക്കാൻ. മുസ്ലിംസിനും ഹിന്ദുസിനും റോമൻ കാത്തലിക്സിനും നശ്വരം നിർജ്ജീവം വിപരീതം ആരാധിക്കണവർക്ക്. വല്ല പെണ്ണുങ്ങൾക്ക് വല്ല വിവരം ഉണ്ടാ? എല്ലാം ഡ്രഗ് അടിച്ച് അബോർഷൻ ചെയ്ത് നടക്കണ്ടില്ല. ഇപ്പം കൂടുതലാണ്. ഞാൻ പറഞ്ഞതിൻ്റെ തോത് എങ്ങനെയാണ്. ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു 14,000 പെണ്ണുങ്ങൾ ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കുന്നുണ്ട്, അബോർഷൻ ചെയ്ത്. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ബാക്കി 13 ഡിസ്ട്രിക്റ്റോ?
14 ഡിസ്ട്രിക്റ്റ്. എന്താ കാര്യം? മൊത്തം വിവരമില്ലാത്തവരാണ്. വെളുത്തുയിരൊക്കെ ഉണ്ട്, വലിയ കാര്യമുണ്ട്. എല്ലാം ഡ്രഗ് അടിച്ച് കിറങ്ങിയിരിക്കുന്നുണ്ട്. ബോധം വേണം എപ്പോഴെപ്പോൾ പറയണമെന്ന്. അതില്ലേ? പണ്ട് തൊട്ട് ഡ്രഗ് അടിച്ച് നടക്കുന്നവർ ഇപ്പോഴും പഴകിയവരായിട്ടും വയസ്സായിട്ടും വിവരമില്ലേ? എന്തുകൊണ്ട്? ഇപ്പോഴും വിവരമില്ലായ്മയിൽ അള്ളി പിടിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഇഷ്ടം പറഞ്ഞാൽ ആരാ എന്താ ആരെ കുറിച്ചാന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഇല്ലേ? ഇപ്പം ഞാനൊരു കാര്യം കൂടി ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഒരു ടെംപ്ലേറ്റ് ഇടും. ഇപ്പോൾ ഇന്ന് August 26 റോമൻ കാത്തലിക് ഫേക്കുകൾ ആരാധിക്കണം മദർ തെരേസയുടെ ബർത്ത്ഡേ ആണ്. August 26 1991 തോന്നുന്നു. അപ്പോൾ അത് 1910. അപ്പോൾ 1910 1+10 20 എന്ന് പറയുമ്പോൾ 20 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ 2 എന്ന സമയം, 2/8 26 എന്ന് പറഞ്ഞാൽ 8 August 8 എന്ന് കിടക്കാം. 26 8/8/8/2 നമ്മൾ 2/8/8 അപ്പുറത്ത് മറിച്ചിട്ടാണ് ഞാൻ. 10 എന്ന് പറഞ്ഞാൽ 2 സമയമാണല്ലോ. അതുപോലെ 10 + 10 1+9 10 10 20 + 10 20 എന്ന് പറയുമ്പോൾ 8 സമയം. ആ 8/8 2 + 6 8 August 8 8/8/2. അതുപോലെ September 5 എനിക്കറിയില്ല മൗസിയുടെ മദർ തെരേസയുടെ ഞാൻ വിചാരിച്ച ഇത്ര പണ്ട് തൊട്ട് വിചാരിച്ചാൽ September 5 എന്നായിരുന്നു. September 15 September 25 ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഗ്ലാഡിസ് മൗസി കൈമുത്തിയത് മദർ തെരേസ ബിലായി അവിടെ വന്നപ്പോൾ രാജാറയിൽ September 5 1997 മരിച്ചത്. അപ്പോൾ 7/5 ഞാൻ ജനിച്ചത് September 5 1999. താലിസന്മാർ ഇറങ്ങുന്ന 1999 2 വർഷം മുമ്പ്. 7/5 അപ്പുറത്ത് നിങ്ങോട്ട് മറിച്ചിട്ട 1997 September 5 7/5 സമയം വരും. അപ്പോൾ ഞാൻ പറയാം, ശരിക്കും എൻ്റെ ബാപ്റ്റിസം ഒരു ഫുൾ ഇമർഷൻ ബാപ്റ്റിസം നടത്തേണ്ടത് 2012 സർക്കംസിഷൻ ചെയ്ത സമയത്ത്. 2012 ഓഗസ്റ്റിൽ എപ്പോഴെങ്കിലും. അത് അന്നേ ബുദ്ധി മാറിയോ വേണേ. കുളിച്ചിട്ടകടിച്ചിരിക്കല്ല തന്തയും തള്ളയും. അബോർഷൻ ചെയ്ത് പിൽസും യൂട്രസും കളഞ്ഞു. അപ്പോൾ 2012 നടന്നിരുന്നെങ്കിൽ 2016 ആരെങ്കിലും മരിച്ചാൽ 2018 ആരെങ്കിലും മരിച്ചാൽ സ്തുതിച്ച് പ്രാർത്ഥിക്കായിരുന്നു. എന്തെങ്കിലും മിറാക്കൾ നടന്നാലും നടന്നില്ലെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും നമ്മൾ വാചകങ്ങൾ കിട്ടുക, സംസാരിക്കുക, ബോധത്തോടെ പറയാൻ ആയേനെ. പക്ഷേ ഇത് കുറച്ച് ലേറ്റായി. April 21 2019. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ നരുന്നൂട്ടി വാങ്ങിയതിൽ ഞാനൊന്നും പറയാനില്ല എനിക്ക്. അതിൽ ഞാൻ ആ മെസ്സിൽ ഉൾപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് 2025 April 21 പോപ്പ് എന്ന വിപരീതം ചെയ്യണവൻ ചാവാനിടയായത്. അതുപോലെ കൊറോണ വന്നത് 2020 കഴിഞ്ഞ് 2021 88 89. അപ്പോൾ 84 44 എന്ന പോലെ ഇംഗ്ലണ്ടിൽ വന്ന ഡെന്നിസ് 2018 19 December 7 ആയില്ല. അപ്പോൾ അതിൽ ലേറ്റായെന്നല്ല, കറക്റ്റ് ഒരു വേറെ രീതിയിലുള്ള സമയത്തായതുകൊണ്ടാണ് April 21 2019 തൊട്ട് വീണ്ടും ഒരു രീതിയിൽ വരുന്നത്. ഞാനവിടെ April 23 അല്ല, April 21 അതൊക്കെ പറഞ്ഞു വരുന്നു. കുറേ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താഴെയുള്ള വീഡിയോകളെല്ലാം കേട്ട് നോക്കിയാൽ മനസ്സിലാവും. ഞാനൊക്കെ എവിടെയും 2 വർഷത്തേക്ക് പോയി കഴിഞ്ഞാൽ പുറത്ത് നിങ്ങളൊക്കെ അത് കേട്ട് നോക്കാൻ ശ്രമിക്കുക. താഴെയുള്ള എല്ലാം വിവരമുള്ള കാര്യങ്ങൾ പറയണേ. ഞാൻ ഒന്നും അക്ഷരം പ്രതി തെറ്റായിട്ട് പറയില്ല. അപ്പോൾ 2012 ഫുൾ ഇമർഷൻ ബാപ്റ്റിസം ചെയ്യേണ്ടത്, ഇത് ഞാൻ പറയണതിന് മുമ്പ് നിങ്ങൾക്കറിയാം ഞാൻ പറയാൻ പോകണ്ടെന്ന് അല്ലേ, ഞാൻ ടെംപ്ലേറ്റ് ഇടാൻ പോകണ്ടെന്ന്. അത് നിങ്ങളുടെ ഓരോ മനസ്സ് നിങ്ങളെ നോക്കി സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എവിടെ നിന്ന് കിടന്നിട്ട് എന്ത് രീതിയിൽ എന്തോ ചെയ്യണോ, ഏത് രീതിയിലത്തെ മുഖഭാവം പഠിക്കുന്നോ, ആരോട് എന്ത് ചെരിഞ്ഞ് കിടക്കണവരോട് എന്ത് പറയുന്നോ, ആരെന്ത് രണ്ടുപേരും ഒരുമിച്ച് കാണുന്നു, എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇരിക്കണേ. ഞാനിവിടെ എന്തെങ്കിലും പറയാൻ പോകണ്ടെന്ന് നിങ്ങളത് മുൻകൂട്ടി ഞാൻ ചിന്തിച്ചത് അവിടെ അറിഞ്ഞുവെന്ന് ഞാൻ ഒരു മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് അറിഞ്ഞു അല്ലേ. എന്നിട്ടാണ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ടൊരു 7 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് രാവിലെ ആയിട്ടാണ് ഞാൻ ടെംപ്ലേറ്റ് ഇടുന്നത്, ഞാൻ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ മനസ്സിലാക്കി നോക്കിയോടെ ഞാൻ ബോധത്തോടെ ഇരിക്കണമെന്ന്. നിങ്ങൾ എവിടെയോ എന്തൊക്കെയോ മനസ്സിലാക്കി വിചാരിക്കുന്നോ അത് ഞാൻ 2 മണിക്കൂർ മുന്നേ അപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത്, 1 മില്ലി സെക്കൻഡ് കുറഞ്ഞത്.
എനിക്കതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തഭാരം കൊണ്ട് ഡ്രഗ് അടിച്ച് നടക്കേണ്ട കാര്യമില്ലേ. ബോധത്തോടെ ഇരിക്കണേ. എന്നിട്ടും അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ. ഇപ്പോൾ 20 മിനിറ്റ് 11 സെക്കൻഡ് ആയിട്ടുള്ളൂ. എന്തൊരു വിവരമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ 2012 നടത്തേണ്ട ഇംഗ്ലണ്ടിൽ വന്ന അതേ അന്ന് ഫുൾ ഇമർഷൻ ബാപ്റ്റിസം നടത്തേണ്ടായിരുന്നു. നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് സെൽഫിഷ്നെസ്, മെറ്റീരിയലിസ്റ്റിക് ഡ്രിവൺ സെൽഫിഷ്നെസ്സിൻ്റെ പിന്നാലെ പോയിട്ട് അത് 2019 വരെ ആക്കി. 2016 സ്തുതിച്ച് പ്രാർത്ഥിക്കണം നടന്നില്ല. 2018 മാർച്ച് 9 മെയ് 2016 നടന്നില്ല. പിന്നെ അത് മാറി തിരിഞ്ഞ് 2025 വരെ ഏപ്രിൽ 21 പോപ്പ് മരിക്കണതിൻ്റെ ഇപ്പോൾ സീജറായി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഓരോ സമയം അനുസരിച്ച് നടക്കുന്നതാണ്. മാറി പറഞ്ഞാൽ നിങ്ങളായിട്ട് നിങ്ങളുടെ ഒരു ആവശ്യമില്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് സെൽഫിഷ്നെസ് കൊണ്ട് നടന്നിട്ട് ആവശ്യമില്ലാത്തത് ആയിരുന്നു കൂട്ടി വാങ്ങിയിട്ട് വലിയ സമ്പാദ്യം പറഞ്ഞിട്ട് അതിൽ വ്യത അഹങ്കരിച്ചിട്ട് പിന്നെ എല്ലാം ഇല്ലാണ്ടാവുമ്പോൾ ഓരോന്നും ഇല്ലാണ്ടാവണ പോലെ ആയത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കണത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക.